നല്ലതുമുണ്ട് അല്ലേ? എല്ലാ മേഖലയിലും തട്ടിപ്പ് പരിപാടികളുണ്ട് എന്ന് കരുതി എല്ലാം തട്ടിപ്പാണോ? അല്ല, നല്ലതുമുണ്ട്, നല്ലതുമുണ്ട്. ഇതൊരു ലീഗൽ മേഖലയാണ്, ഗവൺമെന്റ് അംഗീകരിച്ച ഒരു നിയമപരമായി അംഗീകരിച്ചൊരു മേഖലയാണ്. റൈറ്റ്. സ്റ്റിൽ എല്ലാവർക്കും ഇതിനകത്ത് വിജയിക്കാൻ പറ്റുമോ? അവസരമുണ്ട്. എല്ലാവർക്കും ഈ മേഖലയിൽ വിജയിക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും വിജയിക്കോ? ഇല്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ജേണി, ആ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു യാത്രയിൽ 5 ഫേസസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ 5 ഘട്ടങ്ങൾ. ഈ 5 ഘട്ടങ്ങൾ തരണം ചെയ്യണം, എങ്കിലേ അയാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിന് പറയുകയാണ് ദ ഡ്രീം എന്ന് പറയുന്നത്. എന്നാൽ നമ്മള് പല ആൾക്കാരുടെയും വിജയമൊക്കെ കണ്ടിട്ട് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന സക്സസിനെ കുറിച്ചൊക്കെ കേട്ട് ഭയങ്കര സ്വപ്നങ്ങളൊക്കെ വന്നു അല്ലേ? എനിക്ക് അങ്ങനെ അങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഡ്രീം ലൈഫ് മീൻസ് ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്നെ കൊണ്ടും അങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ആവണം, അങ്ങനെ സാധിക്കുമല്ലോ എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് എന്ത് ചെയ്യണത്, നമ്മൾ തുടങ്ങണത്. ആ ഒരു ഘട്ടത്തിൽ ഇതിൽ കുറെ ആൾക്കാരുണ്ടാവും, ഈ മീറ്റിങ്ങിൽ കുറെ ആളുകൾ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ റിയൽ വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ആ രണ്ടാമത്തെ ഫേസിന് പറയുന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി. ആ, നമ്മൾ കണ്ട പോലെ ഒന്നുമല്ല, ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്, കുറച്ച് ഹാർഡാണ്. നമ്മൾ വർക്കുമായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കാര്യമായിട്ട് ആരും എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ള ആൾക്കാർ, റിലേറ്റീവ് സർക്കിളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, കളിയാക്കാൻ തുടങ്ങും, പരിഹസിക്കാൻ തുടങ്ങും, പുച്ഛിക്കാൻ തുടങ്ങും, അവഗണിക്കാൻ തുടങ്ങും അല്ലേ? ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവുകൾ വരും. അതാണ് ആ റിയാലിറ്റി എന്ന് പറഞ്ഞ ഫേസിൽ നടക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഇങ്ങനെ വരും. മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ചെലവ് കൂടുന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് വരുമാനം ഉണ്ടാവില്ല. ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ പോണ സമയത്ത് നമുക്കും ഇങ്ങനെ തോന്നും, അല്ല ഇതിപ്പം മുന്നോട്ട് പോകുമോ, ഇതിപ്പം നിന്നെ കൊണ്ട് നടക്കുമോ? എങ്ങനെയാപ്പോ ഇത് ചെലവ് കഴിഞ്ഞു പോകണ്ടേ, വീട്ടിൽ നിന്ന് അതിനുള്ള പ്രഷർ, മറ്റു പല ഭാഗത്തു നിന്നുള്ള വേറെ പ്രഷർ, ചിലപ്പോൾ കടബാധ്യത വല്ല ഉണ്ടെങ്കിൽ അതിന്റെ പ്രഷർ, വരുമാനം കണ്ട് കാര്യമായിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല. മറ്റും ഏതെങ്കിലും പണിയായിരുന്നെങ്കിൽ ചെറിയ തോതിലാണെങ്കിലും സ്ഥിരമായിട്ട് വരുമാനമൊക്കെ കിട്ടിയിരുന്നു. ഇതിൽ അങ്ങനെ വരുന്നില്ല. എന്നാൽ വർക്ക് വളരെ കൂടുതലാണ്. ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആ ഘട്ടത്തിലേക്ക് എത്തും. അതിനെയാണ് പറഞ്ഞത് ഡൗട്ട്, സംശയം. ഈ പറഞ്ഞ സംശയം, ഇത് മുന്നോട്ട് പോവോ, ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റുമോ? ആ ഡൗട്ട് എന്നുള്ള ഒരു വല്ലാത്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. മെജോറിറ്റി ആളുകളും ഈ ബിസിനസ് നിർത്തുന്നത് ആ സമയത്താണ്. ആ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴാണ്, ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവർ നിർത്തുക. കാരണം അവർക്ക് വിജയിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അവർ നിർത്തുന്നത്, മറിച്ച് വിശ്വാസം ഇല്ലാണ്ടാവുന്നത്. ഈ ഓപ്പർച്യൂണിറ്റിയുടെ വിജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇല്ലാതെയാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തുടങ്ങിയതാണ്. എന്നിട്ടത് റിയാലിറ്റിയിലേക്ക് വന്നപ്പം വളരെ ഹാർഡാണെന്ന് മനസ്സിലായി. വീണ്ടും 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 കുറെ നെഗറ്റീവുകളും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ തോന്നും, എന്നെ കൊണ്ട് പറ്റില്ല, ഡൗട്ടായി, എന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ 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 ആളുകൾ നിർത്തും, പല ആളുകളും നിർത്തും. എന്നാൽ ആ മൂന്നാമത്തെ ആ ഘട്ടത്തെ അതിജീവിക്കുന്ന ആളുകൾ, തേർഡ് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിനെ അതിജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാലാമത്തെ ഘട്ടത്തിലേക്ക് കയറും. അതിനെയാണ് പറയുന്നത് ഡിസിപ്ലിൻ എന്ന്, അച്ചടക്കം. അവിടെ എന്താണ് പ്രത്യേകത? അവിടെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ വല്ലാണ്ട് ഇന്നും ആൾക്കാർ എന്ത് ചെയ്യില്ല, നമ്മൾ അംഗീകരിക്കില്ല. ചിലപ്പോൾ ആളുകൾ നമുക്ക് വേണ്ടി കൈയടിക്കില്ല, അല്ലെങ്കിൽ നമ്മളൊരു വിജയിയായിട്ട് അംഗീകരിക്കില്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഷംസുദ്ദീൻ സാർ ഇവിടെ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യായിരുന്നു, പറ്റുന്നിടത്തോളം എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യായിരുന്നു. അതൊരു വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും, നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങും. പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങും. നിങ്ങളിൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ് ഒക്കെ വന്നു തുടങ്ങും. സോ ആ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പണിയാണ്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
അത്ര ഈസി അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലി നിങ്ങൾ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് എത്തും, ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തും. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഫ്രീഡം. അഞ്ചാമത്തേന് പറയുന്നതാണ് എന്ത്? ഫ്രീഡം. ഫ്രീഡം കാറ്റഗറിയിലേക്ക്, ആ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയാൽ, ആ ഒരു ഫേസിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ടീം ഗ്രോ ചെയ്യാൻ തുടങ്ങും, നിങ്ങളും ലീഡർഷിപ്പ് ലെവലിൽ എന്താ പറയാ വളരാൻ തുടങ്ങും. നിങ്ങളുടെ ഇൻകം അത് കോമ്പൗണ്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ തുടക്ക സമയത്ത് ചെറിയ ചെറിയ വരുമാനത്തിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് 1,04,000 കിട്ടിയുള്ളായിരുന്നു. പിന്നുള്ള 2.5 വർഷം കൊണ്ട്, മീൻസ് ടോട്ടൽ 3 വർഷം കൊണ്ട് 55 ലക്ഷം, മീൻസ് 50 ലക്ഷത്തിന്റെ മുകളിലേക്ക്. അതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു വർഷം കൊണ്ട് 1 ലക്ഷമാണ് കിട്ടിയെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് വീണ്ടും 1 ലക്ഷമല്ലേ കിട്ടേണ്ടത്? മൂന്നാമത്തെ വർഷം വീണ്ടും 1 ലക്ഷമല്ലേ കിട്ടേണ്ടത്? മറിച്ച് മൂന്നാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും അത് 50 ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിയെങ്കിൽ ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ നമ്മളെ സ്ട്രക്ചർ പറയില്ലേ, 2 ആളുകളെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, അവരുടെ 2 ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതിയ 4 ആളുകൾ, ആ ആളുകൾ അവരുടെ 2 ആൾക്കാരെ വീതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് 4 എന്നുള്ളത് 6 അല്ല 8 ആവും, 8 16 ആവും, 16 32 ആവും, 32 64 ആവും. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ടീം അതുപോലെ വളരാൻ തുടങ്ങും, ലീഡർഷിപ്പ് ലെവലിൽ നമ്മൾ അതുപോലെ വളരാൻ തുടങ്ങും. നമ്മുടെ വരുമാനവും ഈ പറഞ്ഞ രീതിയിൽ കമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന രീതിയിൽ വലിയ രീതിയിലേക്ക് വളരാൻ തുടങ്ങും. നമ്മൾ ഒരിക്കൽ സ്വപ്നം കണ്ട ആ ലൈഫ് സ്റ്റൈല് നമുക്ക് കിട്ടും. സോ ഈ 5 ഫേസസ് വളരെ ഇമ്പോർട്ടൻറ്റ്. അഞ്ചാമത്തെ ഫേസും കംപ്ലീറ്റ് ചെയ്യാം. ക്വിറ്റേഴ്സ്, പരാജയം അല്ലെങ്കിൽ നിർത്തിപ്പോകുന്ന ആൾക്കാർ, പരാജയപ്പെടുന്ന ആളുകൾ ഇതിനകത്തില്ല, നിർത്തിപ്പോകുന്ന ആളുകൾ ആ മൂന്നാമത്തെ ഫേസിൽ നിർത്തും. മൂന്നാമത്തെ ഫേസ് വരെ പോവുള്ളൂ. പക്ഷെ വിജയിക്കുന്ന ആളുകൾ 5-ാമത്തെ ഫേസ് വരെ പോകും. 5-ാമത്തെ ഫേസ് വരെ. ക്വിറ്റേഴ്സ് നെവർ വിൻ, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നവർ വിജയിക്കില്ല, എന്നാൽ വിജയിക്കുന്നവര് ഇടയ്ക്ക് ഇട്ടിട്ട് പോകില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ ഈ 5 ഫേസിലൂടെ കടന്നു പോകാം, 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. ഡ്രീം, റിയാലിറ്റി, ഡൗട്ട്, ദെൻ അത് കഴിഞ്ഞ് ഡിസിപ്ലിൻ, ദെൻ അത് കഴിഞ്ഞ് ഫ്രീഡം. ആ ഫ്രീഡത്തിലാണ് നമ്മൾ തുടക്കത്തിൽ സ്വപ്നം കാണുന്ന ആ ലൈഫ് സ്റ്റൈല് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അതിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് നിങ്ങൾക്ക് വേഗത കൂട്ടാനുള്ള ഒരു കോണ്ടസ്റ്റിന്റെ അവസാനത്തെ 2-3 ആഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മലേഷ്യൻ കോണ്ടസ്റ്റ്. ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കും വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വാശി നമുക്കുണ്ടാവണം, ഉള്ളിലൊരു വാശി ഉണ്ടാവണം. ആ വാശി ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി വേഗതയിൽ, ഇരട്ടി എന്താ പറയാ കപ്പാസിറ്റിയോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. വിജയിക്കണമെന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള വാശി നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെ ആ ഒരു വാശിയോട് കൂടി തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനകത്ത് വിജയിക്കാൻ പറ്റും. പക്ഷെ ആ 5 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന സക്സസ് അതൊരു താൽക്കാലിക വിജയമല്ല, ഇറ്റ്സ് എ പെർമനന്റ് സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലോങ് ടേം. ആൻഡ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഇൻഡസ് വിവ ബിസിനസ് ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അത്ര ഈസി അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലും വിജയം ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അഭിനന്ദനങ്ങൾ. ഒപ്പം പുതിയൊരു ലൈഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ വിജയിക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് ശരിക്കും പറയാൻ പറ്റുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ബിഫോർ ഇൻഡസ്ട്രി ആൻഡ് നിങ്ങളുടെ ലൈഫ് ആഫ്റ്റർ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ മുമ്പുള്ള നിങ്ങളുടെ ജീവിതവും ഇൻഡസ്ട്രിക്ക് ശേഷമുള്ള നിങ്ങളുടെ ജീവിതവും അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുള്ള പുതുതായി ഫാമിലിയിലേക്ക് വന്നുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഹൃദ്യമായ സ്വാഗതം.
ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഒരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇറ്റ്സ് പോസിബിൾ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. രാജേഷ് സാറെ കയ്യിൽ ഒരുപാട് വാല്യബിൾ പോയിന്റ്സ് നമുക്ക് കിട്ടി.